പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഷാനിബോൾ ഉസ്മാന്റെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയുകയാണ് ചെയ്യേണ്ടത് എന്ന കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ വിഷയത്തിൽ KPCCയുടെ വനിതാ നേതാക്കളെല്ലാം ഒറ്റ സ്വരത്തിൽ, മുതിർന്ന നേതാക്കൾ രാഹുലിനെ വലിയ രീതിയിൽ തന്നെ സംരക്ഷിക്കുമ്പോഴും വനിതാ നേതാക്കൾ ഒറ്റ സ്വരത്തിൽ ശക്തമായി തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചിരുന്നു. ശാലിനിയിലേക്ക് പോവുകയാണ്. ആദ്യം കോടതി നടപടികളാണ് നമുക്ക് ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ കൃത്യമായി തന്നെ ഒന്നുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. ശാലിനി പറയും. ശ്യാമ, അല്പസമയം മുമ്പാണ് നിർണായകമായിട്ടുള്ള വിധി തിരുവനന്തപുരം വഞ്ചൂരിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. രാഹുൽ മാങ്കൂട്ടം, അതായത് ഒരു ജനപ്രതിനിധി നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. കോടതി ജാമ്യം നിഷേധിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കാത്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അതീവ തിരിച്ചടിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 8 ദിവസമായി രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ്. സംസ്ഥാനത്തിനകത്തുണ്ടോ പുറത്തുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചില രേഖകൾ മാത്രം കോടതിയിൽ നിരന്തരമായി നൽകുന്നു. അറസ്റ്റ് അടക്കമുള്ള നടപടി ജാമ്യാപേക്ഷയിൽ തീരുമാനം വരുന്നത് വരെ ഉണ്ടാകരുത് എന്നൊരാവശ്യം കൂടി കോടതിക്ക് മുൻപാകെ വെക്കുന്നു. അതിനെല്ലാം തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒരു ഭാഗത്ത് പാർട്ടി പൂർണ്ണമായും കൈയൊഴിഞ്ഞ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് രാഹുൽ പോകുന്നു. അതേപോലെ തന്നെ ജയിലിലേക്ക് പോകാനായി രാഹുൽ തയ്യാറെടുക്കാൻ ഔദ്യോഗികമായിട്ടുള്ള വിധിയും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ വരും ദിവസം തന്നെ മേൽക്കോടതിയെ, ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ വലിയ രീതിയിൽ പടക്കം പൊട്ടിച്ച് ആഘോഷമൊക്കെ നടത്തുന്നുണ്ട് ചിലർ എന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണോ അതോ രാഹുലിന്റെ ഈ നിർണായക വിധിക്ക് ശേഷമുള്ള ആഘോഷമാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത് ശാലിനി? ശ്യാമ, നമ്മൾ നിൽക്കുന്നത് വഞ്ചൂർ കോടതിക്ക് മുൻപിലാണ്. ഇവിടുത്തെ വഞ്ചൂരിലെ CPMന്റെ പ്രാദേശിക നേതൃത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിൽ ജാമ്യം നിഷേധിച്ച ആ തീരുമാനത്തിൽ പടക്കം പൊട്ടിച്ച ആഘോഷം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ആഘോഷമല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെയും ഒപ്പം തന്നെ ജാമ്യം നിഷേധിച്ചതിന്റെയും പ്രാദേശിക തലത്തിലുള്ള CPMന്റെ ആഘോഷമാണ് ഇപ്പോൾ ശബ്ദരൂപേണ പടക്കം പൊട്ടിച്ച് നമ്മളിപ്പോൾ കേട്ടത് എന്നുള്ളതാണ്. എന്തായാലും വിധി വന്നിരിക്കുന്നു. ഔദ്യോഗികമായി കോടതിയുടെ ഭാഗത്തു നിന്ന് മണിക്കൂറുകൾ നീണ്ട വാഗ്വാദങ്ങൾ, ഒപ്പം തന്നെ വാദിഭാഗത്തിന്റെ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള രേഖകളും ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും ഒക്കെ നൽകിക്കൊണ്ടുള്ള വാദങ്ങൾ. അതിൽ ഇന്നലെ 1.5 മണിക്കൂർ നീണ്ട വാദമായിരുന്നു നടന്നതെങ്കിൽ ഇന്ന് 25 മിനിറ്റോളം നീണ്ട വാദം തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിൽ നടന്നു, വഞ്ചൂരിലെ കോടതിയിൽ നടന്നു.